അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിൽ പോയിട്ട് ഒരു മസാജ് ചെയ്യാതെ വന്നാൽ മോശമല്ലേ, അവിടുത്തെ ഫേമസ് കാര്യമാണല്ലോ അത്. അപ്പോൾ അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാങ്കോക്കിലുള്ള മസാജിങ് സെൻറ്ററിൽ പോയി. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഫുഡ് മസാജും ബോഡി മസാജും ഹെഡ് മസാജും ഒക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഫുഡ് മസാജാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെതേ അവർ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ ഒടിച്ച് മടക്കി കണ്ടില്ലേ. എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. മസാജ് ചെയ്യുന്ന സമയം നല്ല സുഖം, പക്ഷെ ലാസ്റ്റ് ഇവരുടെ പ്രോസസ്സിങ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനെയൊക്കെ ഒടിച്ചൊക്കെ മടക്കും. നല്ല രസമുണ്ട്, നല്ല ഒരു അനുഭവമായിരുന്നു അത്. കുറേ പഠിക്കാനും പറ്റി കേട്ടോ മസാജിങ്സൊക്കെ. അവരുടെ മസാജിങ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയും വരുന്നുണ്ട് ഇവർ ഈ ചെയ്യുന്നതൊക്കെ. മനുവിന് അതിൻ്റെ അപ്പുറമായിട്ട് മനു ഇവരെയൊക്കെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നല്ല സുഖിച്ചു, നല്ല മസാജിങ് ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് നമ്മളെ ഇരുത്തി ഇങ്ങനെ കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കും. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ ഷോൾഡർ മസാജും ഒക്കെ ഭയങ്കര നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഡെഡിക്കേഷനും. ഞങ്ങൾ 1 അവറിൻ്റെ ആയിരുന്നു എടുത്തിരുന്നത്. 1 അവറിന് ഏകദേശം ഒരു 250 ബാത്ത് 300 ബാത്തായിരുന്നു. നാട്ടിൽ ഏകദേശം 1000 രൂപ അത്രയൊക്കെ തന്നെ വരും. അങ്ങനെ ഞാൻ പറഞ്ഞു നല്ല ഇടി കൊടുക്കുക, എങ്ങനെ അമ്മച്ചി അത് കേട്ടിട്ട് നല്ല ഇടി ഇടിക്കുക. പക്ഷെ അവരുടെ ആ ഒരു സമീപനവും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റായിരുന്നു. എന്നതേ സ്റ്റൂള് അവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ ഡിഫറെൻ്റ്, അതൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടേ കയറി നോക്കിയാണ് ഇങ്ങനെ മസാജിങ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ഡേ ഞാനൊരു പെഡിക്യൂറിന് പോയി. അന്നും മനു ഫുഡ് മസാജ് തന്നെ ചെയ്ത കേട്ടോ. ഈ പുള്ളിക്കാരത്തെ പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇവരത്ര സുഖമില്ലായിരുന്നു. പക്ഷേ ചിലർ ഭയങ്കര ഈ മനുവിന് ചെയ്യുന്ന ഈ പെങ്കൊച്ച് നല്ല രസമായിരുന്നു. അവൾ ഭയങ്കര പൊളൈറ്റ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ആ ഒരു പ്രൊഫഷണലി ടെക്നിക്കലി അവർ ഭയങ്കര കാലിബർ ഉള്ളവരാണ്. എന്നാൽ അവരുടെ ആരോഗ്യം നമുക്കൊക്കെ ഇച്ചിരിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം വരും. പക്ഷേ അവരുടെ ആ ഒരു ജോലി അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കറക്റ്റ് ടൈമിങ്ങിൽ 1 അവർ എന്ന് പറഞ്ഞാൽ 1 അവർ തന്നെ അവരുടെ സർവ്വ ആരോഗ്യം എടുത്താണ് ഒരാളെ അവർ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയും വരും. മനുവിനോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ശരിക്കും എന്താ പറയുന്നത്, സുഖിച്ചിട്ടാണോ വേദനിച്ചിട്ടാണോ? മനു പറയുന്നത് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. കാര്യം ലാസ്റ്റ് പ്രോസസ്സിങ് അവരെ ഇങ്ങനെയൊക്കെ ബോഡി ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എന്താണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര നമ്മുടെ ബോഡിയൊക്കെ നല്ല ഒരു സുഖമാണ് ഇത് മസാജിങ് ചെയ്ത് കഴിയുമ്പോൾ. അവരുടെ മസാജിങ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അവൾക്കും കൂടെ ചിരി വരിക ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട്. ഒരേ ടൈപ്പ് ഓഫ് മസാജിങ്സ് ഉണ്ട്, ബോഡി മസാജും അതും ഇതൊക്കെ. ഞങ്ങൾ ബോഡി മസാജ് പ്രിഫർ ചെയ്തില്ല, ഫുഡ് മസാജ് ആൻഡ് ഹെഡ് മസാജൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. നല്ല രസമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അപ്പം എന്താ പറയുക, ഞങ്ങളടുത്തും അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, അവർക്ക് തായ് ലാംഗ്വേജ് അറിയുള്ളൂ. പക്ഷെ അത് ഭയങ്കര നമുക്ക് മനസ്സിലാവില്ല. അപ്പം മനുവിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അവളിങ്ങനെ എന്തോ ചെണ്ട കൂട്ടുന്ന പോലെയൊക്കെ കഴിഞ്ഞു. താങ്ക് യു ഒക്കെ പറഞ്ഞ് എണീറ്റ് പൊക്കോളാൻ പറഞ്ഞു. ലാസ്റ്റ് വെള്ളം വേണമെന്ന് ചോദിക്കുന്നു. ഭയങ്കര നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. സോ നിങ്ങൾ പോകുന്നവർ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.